സമസ്തവും ദൈവം സൃഷ്ടിച്ചുവെന്ന് നാം വിശ്വസിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തനിയെ ഉണ്ടായി എന്നതാണ്. എന്നാൽ അതെങ്ങനെ സാധിക്കുന്നു എന്നത് ചിന്തിച്ചു നോക്കിയാൽ അത് വളരെയേറെ നമ്മെ കുഴപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇല്ലായ്മ എന്നത് ഒരു അവസാന വാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല എന്നതാണ് ആ പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. എന്നാൽ മഹാബുദ്ധിശാലികളും എല്ലാം തികഞ്ഞവരും തെളിവുകളിലൂടെ മാത്രം അറിവ് ശേഖരിക്കുന്നവരുമായ നിരീശ്വര വിശ്വാസികൾ ഇല്ലായ്മയിൽ നിന്നും എങ്ങനെയെല്ലാം ഉണ്ടാകുന്നു എന്നത് ചിന്തിക്കുന്നു പോലുമില്ല. യുക്തിവാദികൾ എന്ന് സ്വയം വിളിക്കുന്ന ഇവർ സയന്റിസത്തിന്റെ വക്താക്കളാണ്. ഇവർ പറയുന്നത് ഇല്ലായ്മ എന്നാൽ ഇല്ലായ്മ അല്ല, ഇല്ലായ്മക്കപ്പുറം എന്തോ ഉണ്ട് എന്നൊക്കെയാണ്. അത് ഉണ്ടായതാകട്ടെ അതിനപ്പുറമുള്ള ഇല്ലായ്മയിൽ നിന്നുമാണ്. ഇങ്ങനെ ഇവരുടെ മണ്ടത്തരം നീണ്ടു പോകുന്നു. ഇല്ലായ്മ എങ്ങനെ ഉണ്ടായി? ഇല്ലായ്മ ഉണ്ടാകണമെങ്കിൽ അതിനു മുന്നേ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അത് എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിലനിൽക്കുന്നത് ഊർജം മൂലമാണ്. അങ്ങനെയെങ്കിൽ ഈ ഊർജം എവിടെ നിന്ന് വരുന്നു? ഊർജത്തെ പുതുതായി നിർമ്മിക്കുവാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. തന്റെ ശക്തിയാല് ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താല് ലോകത്തെ സ്ഥാപിച്ചതും അറിവാല് ആകാശത്തെ വിരിച്ചതും ആരാണ്? അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിലെ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളില് നിന്ന് അവിടുന്ന് മൂടൽമഞ്ഞുയർത്തുന്നു. മഴ പെയ്യ്ക്കാന് മിന്നൽ പിണരുകള് നിർമ്മിക്കുന്നു. അറപ്പുര തുറന്നു കാറ്റിനെ അയക്കുന്നു. എല്ലാ മനുഷ്യരും അറിവില്ലാത്ത ഭോഷന്മാരാണ്. സ്വർണ്ണപ്പണിക്കാരന് താന് നിർമ്മിച്ച വിഗ്രഹങ്ങള് നിമിത്തം ലജ്ജിതനാകുന്നു. അവന്റെ പ്രതിമകള് വ്യാജമാണ്. ജീവശ്വാസം അവയിലില്ല. അവ വിലകെട്ടതും അർത്ഥശൂന്യവുമത്രേ. ശിക്ഷാ ദിനത്തിൽ അവ നശിക്കും. നമുക്കൊരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു യാഹുവയെ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യാഹുഷ. സമസ്തവും ദൈവം സൃഷ്ടിച്ചതാണെന്നും അവൻ ആത്മാവാണെന്നും അവൻ എന്നേക്കും നിലനിൽക്കുന്നവനെന്നും നമുക്കറിയാം. ആത്മാവ് എന്നത് ഊർജമാണ്. സമസ്തവും സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിലാണ്. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നത് പറയുന്ന നാവുകൊണ്ട് തന്നെ നിരീശ്വരവാദികൾ ദൈവത്തെ ആര് സൃഷ്ടിച്ചുവെന്നും ചോദിക്കുന്നു. ഊർജത്തെ നിർമ്മിക്കാൻ പറ്റില്ലെങ്കിൽ ഊർജം എവിടുന്ന് വന്നു? പല പ്രപഞ്ചശാസ്ത്രജ്ഞരും അതിന്റെ ഉത്ഭവം ക്വാണ്ടം അനിശ്ചിതത്വം എന്ന് വിളിക്കപ്പെടുന്നതാണെന്നാണ് കരുതുന്നത്. ഊർജം അക്ഷരാർത്ഥത്തിൽ ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുമെന്നു ഇവർ പറയുന്നു. ഇല്ലായ്മയിൽ നിന്നും എല്ലാം തനിയെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നവർ ഭോഷന്മാരാകുന്നു. കാരണം അത് സാധ്യമല്ല. ഊർജമെന്നത് നിലനിൽക്കുന്ന ഒന്നാണെന്ന് സമ്മതിക്കുവാൻ ഇവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പലയിടത്തും പലതാണ് പറഞ്ഞിരിക്കുന്നത്. സയന്റിസം എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു അറിവും ശാശ്വതമല്ല എന്ന മുട്ടായിത്തെയും ഇവർ പ്രയോഗിക്കുന്നു. പ്രപഞ്ചം എങ്ങനെ ആരംഭിച്ചുവെന്ന് വിശദീകരിക്കാൻ മിക്ക ജ്യോതിശാസ്ത്രജ്ഞരും മഹാവിസ്ഫോടന സിദ്ധാന്തം ഉപയോഗിക്കുന്നു. എന്നാൽ ഈ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്തെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച ഒരു ചെറിയ അഗ്നിഗോളമായി ആരംഭിച്ചതാണ് പ്രപഞ്ചം എന്നിവർ അവകാശം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ നാം കാണുന്നവ എല്ലാം ഉണ്ടായിട്ട് 7000 വർഷത്തോളം ആവുന്നതേയുള്ളൂ. ആ മഹാവിസ്ഫോടനം മുതൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യ വർഷങ്ങളിൽ എല്ലാം വാതകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഈ വാതകങ്ങളിൽ കൂടുതലും ഹൈഡ്രജനും ഹീലിയവുമാണ്. അത് തനിയെ വികസിക്കുകയും തണുക്കുകയും ചെയ്തു. ശതകോടിക്കണക്കിന് വർഷങ്ങളിൽ ഗുരുത്വാകർഷണം എന്ന മാന്ത്രിക ശക്തി മൂലം വാതകങ്ങൾ, ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയും മറ്റും തനിയെ രൂപപ്പെടുകയായിരുന്നുവെന്നും മഹാവിസ്ഫോടനത്തിൽ നിന്ന് വ്യാപിച്ച ദ്രവ്യം നിങ്ങളുൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും വികസിച്ചുവെന്നും ഇവർ പറയുന്നു. എന്താണ് പൊട്ടിത്തെറിച്ചത്? അത് എവിടെ നിന്ന് വന്നു? പൊട്ടിത്തെറിച്ചത് വിപുലീകരിക്കാനുള്ള സ്ഥലം എങ്ങനെ വന്നു? പൊട്ടിത്തെറിക്കുവാനുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു? പ്രപഞ്ചത്തെ ആര് കറക്കുന്നു? അല്ലെങ്കിൽ അത് കറങ്ങുവാൻ കാരണമായ ഊർജം എന്തായിരിക്കും? ഗുരുത്വാകർഷണം എന്ന വ്യാജനായ മാന്ത്രിക ശക്തി എവിടുന്ന് വന്നു? ഒരു പമ്പരം കറക്കി വിട്ടാൽ അത് നിൽക്കുമെന്ന് നമുക്കറിയാം. ശതകോടി വർഷമായി ഭൂമി കറങ്ങുന്നുവെന്ന് ഇവർ കള്ളം പറയുന്നു. ഭൂമി യഥാർത്ഥത്തിൽ അചഞ്ചലമായ ഒന്നാണ്. അത് ആഴിക്കുമേൽ തൂണുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മ തനിയെ ഉണ്ടാവുകയും ആ ഇല്ലായ്മയിൽ നിന്നും എല്ലാം തനിയെ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം വിശ്വസിക്കുന്ന യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന യാതൊരു യുക്തിയുമില്ലാത്ത നിരീശ്വരവാദികളായ ഇവരെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നു പറഞ്ഞാൽ ഇവർ പല്ലു ഇറുക്കുകയും മുഖം ചുളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവർ നക്ഷത്ര വസ്തുക്കളാൽ തനിയെ ഉണ്ടായത് എന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞാൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നു. പണ്ടെപ്പോഴോ മരിച്ച ഏതോ ഒരു മനുഷ്യന്റെയും കുരങ്ങിന്റെയും കുറച്ച് അസ്ഥികൾ കൂട്ടിവെച്ചു അതിനെ ലൂസി എന്ന് വിളിക്കുകയും ഈ ലൂസിയുടെ മക്കൾ കുറെ കാലങ്ങൾ കൊണ്ട് തനിയെ നവീകരിക്കപ്പെട്ടു മനുഷ്യനായി എന്നും ഇക്കൂട്ടർ അഭിപ്രായപ്പെടുന്നു. അതിൽ അവർ അഭിമാനപൂരിതരാവുന്നു. ദൈവമില്ല എന്നിവർ വിശ്വസിക്കുന്നു. കാരണം ഇവർ ദൈവത്തെ ഭയപ്പെടുകയും അവനെ അനുസരിക്കുവാൻ കൂട്ടാക്കാതെ തിന്മയിൽ വ്യതിചലിക്കുവാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പനകൾ പാലിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവമില്ല എന്ന് ഇവർ ഇവരുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ദൈവമില്ല എന്ന് ഭോഷർ തങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു. അവർ മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്നവർ, അവരുടെ പ്രവൃത്തികൾ നിന്ദ്യമായവ. നന്മ ചെയ്യുന്നവർ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകിയുണ്ടോ എന്നറിയാൻ യാഹുവ സ്വർഗത്തിൽ നിന്നു മാനവ വംശത്തെ നോക്കുന്നു. എന്നാൽ സകലരും വഴി തെറ്റിപ്പോയിരിക്കുന്നു.
എല്ലാവരും വക്രതയുള്ളവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല, ഒരൊറ്റ വ്യക്തി പോലുമില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. മനുഷ്യർ അപ്പം ഭക്ഷിക്കുന്നതുപോലെ അവർ എന്റെ ജനത്തെ വിഴുങ്ങിക്കളയുന്നു. അവർ ഒരിക്കലും യാഹ്വയെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ദൈവം നീതിനിഷ്ഠരുടെ കൂടെയായതിനാൽ അതിക്രമം പ്രവർത്തിക്കുന്നവർ പരിഭ്രാന്തിയിലാണ്ടു പോകുന്നു. നിങ്ങൾ ദരിദ്രരുടെ പദ്ധതികൾ തകിടം മറിക്കുന്നു, എന്നാൽ യാഹ്വ അവർക്ക് അഭയസ്ഥാനമാകുന്നു. ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്ന് വന്നെങ്കിൽ യാഹ്വ തന്റെ ജനത്തിന്റെ സൗഭാഗ്യം പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കുകയും ഇസ്രായേൽ സന്തോഷിക്കുകയും ചെയ്യട്ടെ. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching, and I hope to see you all soon.